അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് ക്യൂബ. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ആക്രമണത്തെ നേരിടാൻ രാജ്യം സജ്ജമാണ് എന്നാണ് ക്യൂബൻ പ്രസിഡന്റ് മിഗ്വേൽ ഡയസ് കനാൽ പറയുന്നത്. ഇറാനിലെ യുദ്ധം അവസാനിച്ച ശേഷം തന്റെ ഭരണകൂടം ക്യൂബയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു ക്യൂബ നിലപാട് വ്യക്തമാക്കിയത്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അമേരിക്കയുടെ ആക്രമണങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടായേക്കാമെന്ന കണക്കുകൂട്ടലാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ക്യൂബ. വെനസ്വേലയിലെ സംഭവവികാസങ്ങളാണ് ക്യൂബയുടെ അത്തരമൊരു തോന്നലിന്റെ ആധാരം. വെനസ്വേലയിൽ കടന്നു കയറി പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ തട്ടിക്കൊണ്ടുപോയതുപോലെ ക്യൂബയിലും ഒരു സൈനിക നീക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നവർ വിശ്വസിക്കുന്നുണ്ട്. ഇറാനു ശേഷം ക്യൂബയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന ട്രംപിന്റെ വാക്കുകൾ അതിന് സാധുതയും നൽകുന്നു. എന്നാൽ അമേരിക്കയുടെ സൈനിക നീക്കത്തെ നേരിടാൻ തങ്ങളും സജ്ജമാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ക്യൂബ. അമേരിക്കയുടെ ഊർജ്ജ ഉപരോധത്തിന്റെ ഫലമായി ക്യൂബ നിലവിൽ വൻ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. പക്ഷേ അപ്പോഴും US സൈനിക ആക്രമണം ഉണ്ടായാൽ രാജ്യം തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. വെറുതെ അങ്ങനെ കീഴടങ്ങാൻ ക്യൂബ ഒരിക്കലും തയ്യാറാകില്ല എന്നാണ് അവർ പറയാതെ പറയുന്നത്. ഒരാക്രമണം ക്യൂബ ആഗ്രഹിക്കുന്നില്ല, അതൊഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ അത് സംഭവിച്ചാൽ ആ ആക്രമണത്തെ പരാജയപ്പെടുത്തുക എന്നത് തങ്ങളുടെ കടമയാണ് എന്നായിരുന്നു ഡയസ് കനാലിന്റെ വാക്കുകൾ. ഈ ആഴ്ച ആദ്യം ട്രംപ് പറഞ്ഞത് ഇറാൻ പൂർത്തിയാക്കിയ ശേഷം ക്യൂബയുടെ കാര്യം ആലോചിക്കുമെന്നായിരുന്നു. പരാജയപ്പെടുന്ന രാഷ്ട്രമെന്നായിരുന്നു ട്രംപ് ക്യൂബയെ വിശേഷിപ്പിച്ചത്. മുൻപും ക്യൂബയിൽ ഇടപെടുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ജനുവരിയിൽ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ US സൈന്യം പിടികൂടിയതിനെക്കുറിച്ചുള്ള വാർത്താ സമ്മേളനത്തിൽ ക്യൂബയും ആശങ്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 2026 മാർച്ചിൽ വൈറ്റ് ഹൗസിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഏതെങ്കിലും തരത്തിൽ ക്യൂബയെ ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നതായും ട്രംപ് അറിയിച്ചിരുന്നു. നിലവിൽ ക്യൂബയ്ക്ക് എണ്ണ വിൽക്കുന്നതോ നൽകുന്നതോ ആയ ഏതൊരു രാജ്യത്തിനുമേലും തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ക്യൂബയെക്കുറിച്ച് ഒരു ന്യായവുമില്ലാത്ത ആഖ്യാനങ്ങൾ നിർമ്മിക്കാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത് എന്നാണ് ഡയസ് കനാൽ ആരോപിക്കുന്നത്. ക്യൂബ ഒരു പരാജയപ്പെട്ട രാഷ്ട്രമല്ല, ഉപരോധിക്കപ്പെട്ട രാഷ്ട്രമാണ്. തങ്ങൾ സാമ്പത്തിക ഊർജ്ജ ഉപരോധങ്ങൾ ഉൾപ്പെടെ ബഹുമുഖ ആക്രമണത്തെ നേരിടുന്നുണ്ട് എന്നും ഡയസ് കനാൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് ക്യൂബയും US സമ്മതിച്ചിട്ടുണ്ടെങ്കിലും വിശദാംശങ്ങൾ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. അമേരിക്കയുമായി തുറന്ന നയതന്ത്ര ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് ക്യൂബ പറയുമ്പോഴും രാഷ്ട്രീയ വ്യവസ്ഥിതിയിലോ ആഭ്യന്തര കാര്യങ്ങളിലോ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ലെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയെ ആര് ഭരിക്കണമെന്ന് തങ്ങൾ നിർദ്ദേശിക്കാത്ത പോലെ ക്യൂബയുടെ കാര്യത്തിൽ അമേരിക്കയും അഭിപ്രായം പറയേണ്ടതില്ല എന്നായിരുന്നു ഇന്ത്യയിലെ ക്യൂബൻ അംബാസിഡർ അടുത്തിടെ പറഞ്ഞത്. 1959 വിപ്ലവത്തിന് ശേഷം അമേരിക്ക ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ദശകങ്ങളായി ക്യൂബയെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. അവർക്ക് ചെറിയ ആശ്വാസമെങ്കിലും നൽകിയിരുന്നത് വെനസ്വേലയിൽ നിന്നെത്തുന്ന എണ്ണയായിരുന്നു. അതും കൂടി അമേരിക്ക ഇല്ലാതാക്കിയതോടെ കടുത്ത ഊർജ്ജ പ്രതിസന്ധിയാണ് ക്യൂബ ഇപ്പോൾ നേരിടുന്നത്.